ഈ പാവം പെൺകുട്ടി ജനിച്ചതു മുതൽ അന്ധയും മിണ്ടാൻ കഴിയാത്തവളുമായിരുന്നു. വിശക്കുമ്പോൾ അവൾ പൂപ്പൽ പിടിച്ച അപ്പമാണ് കഴിച്ചിരുന്നത്. കാരണം അവളുടെ അമ്മ അവളെ പണ്ടേ ഉപേക്ഷിച്ചു പോയിരുന്നു. എന്നാൽ ഒരു ദിവസം പരിചിതമായ പുകയുടെ മണം അവൾക്ക് അനുഭവപ്പെട്ടു. തന്റെ അമ്മ തിരിച്ചെത്തിയെന്ന് അവൾ കരുതി. മേശക്കടിയിൽ നിന്ന് ഇഴഞ്ഞു പുറത്തുവന്ന അവൾ തറയിലൂടെ തപ്പിത്തടഞ്ഞ് അവിടെ നിൽക്കുന്ന വ്യക്തിയെ പരിചയപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അയാളെ കെട്ടിപ്പിടിച്ച നിമിഷം അവളുടെ വിരലുകൾ അയാളുടെ താടിയിൽ സ്പർശിച്ചു. ഞെട്ടിപ്പോയ അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ച് വീണ്ടും മേശക്കടിയിൽ പോയി ഒളിച്ചു. അത് കണ്ട് ആ മനുഷ്യൻ കണ്ണുനീർ അടക്കിപ്പിടിച്ചുകൊണ്ട് താൻ അവളുടെ അച്ഛനാണെന്ന് അവളോട് പറഞ്ഞു. പിന്നീട് അവൾക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. അദ്ദേഹം ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ഷൂസിന്റെ ശബ്ദം കേട്ട് മാത്രമാണ് അവൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. ഒരു ദിവസം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ മണം അവൾക്ക് അനുഭവപ്പെട്ടു. വിശപ്പുണ്ടായിരുന്നിട്ടും അപരിചിതരിൽ നിന്ന് ഭക്ഷണം വാങ്ങരുതെന്ന അമ്മയുടെ മുന്നറിയിപ്പ് ഓർമ്മിച്ച അവൾ തന്റെ പൂപ്പൽ പിടിച്ച അപ്പത്തിനായി തിരഞ്ഞു. അത് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആ മനുഷ്യൻ അവൾക്ക് നൂഡിൽസ് നൽകി. പക്ഷേ പേടിച്ചുപോയ അവൾ അത് തട്ടിത്തെറിപ്പിക്കുകയും വീണ്ടും മേശയ്ക്കടിയിൽ ഒളിക്കുകയും ചെയ്തു. ശേഷം തന്നോടൊപ്പമുള്ള ആ മനുഷ്യൻ തന്നെ ഉപദ്രവിക്കാനല്ല വന്നതെന്ന് ആ കൊച്ചു പെൺകുട്ടി പതുക്കെ തിരിച്ചറിഞ്ഞു. അവൾ അയാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പതിയെ അയാളോട് അടുപ്പമായി. രാത്രികളിൽ അവൾ അയാളുടെ അരികിൽ സമാധാനത്തോടെ ഉറങ്ങി. അവളുടെ കയ്യിൽ അക്ഷരങ്ങൾ വരച്ചുകൊണ്ട് അയാൾ അവളെ പഠിപ്പിച്ചു. എന്നാൽ മരിച്ചുപോയ അവളുടെ അമ്മയുടെ കടബാധ്യതകൾ കാരണം ഉദ്യോഗസ്ഥർ വന്ന് വീട് സീൽ ചെയ്തതോടെ അവരുടെ സന്തോഷം തകർന്നു. മറ്റു വഴികളില്ലാതെ അയാൾ അവളെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയി. അയാൾ നടന്നു നീങ്ങുമ്പോൾ തന്റെ അരികിൽ അയാൾ ഇല്ലെന്ന തിരിച്ചറിവിൽ അവൾ പരിഭ്രാന്തയായി. അയാളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ച അവൾ ഒരു ഗ്ലാസ് ഭിത്തിയിൽ തട്ടിനിന്നു. വാതിൽ തുറന്നപ്പോൾ അവൾ അയാളുടെ കൈ പിടിക്കുകയും ഉള്ളംകൈയിൽ ഒരു വാക്കെഴുതുകയും ചെയ്തു. അച്ഛാ. അത് കണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി ഒരിക്കലും അവളെ തനിച്ചാക്കി പോകില്ലെന്ന് അയാൾ അവൾക്ക് വാക്ക് നൽകി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.